ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഒക്ട ക്രിയേഷൻ. ഞാൻ അക്ഷയ്, ഇതിന്റെ കൂടുതൽ റോബിൻ. അപ്പൊ ഞങ്ങളൊന്ന് പുതിയ റിയാക്ഷൻ കൊണ്ട് വന്നത് നമ്മുടെ തലപതിയുടെ പുതിയൊരു ഗോട്ട്. അപ്പൊ ഗോട്ടിന്റെ ട്രെയിലർ വന്നതേ ഉള്ളൂ, നമുക്കൊന്ന് കണ്ടു സംസാരിക്കാം. നോക്കാം. Guys, this is a new assignment. போலீஸ் ஆனடா உங்களை லீட் பண்ண போறது புது லீடர். 68th international successful operation. Hostage negotiator, field agent, spy. He is the god of sats. நல்லா இருக்கு, ஒன்னும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன் இல்லை, காந்திய நினைச்சலாம். இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வரதில்லை. சத்தியமா கொடுக்கூடாது, தொடர்பு இருக்குன்னு கொஞ்சம் சந்தேகமா இருக்கு. மிஷனுக்கு ஃபேமிலியோட ஹாலிடே போவானா, அதுவும் பேங்காக்கு குடும்பத்தோட போவானா? അനുഭവിച്ച പെയിന് ഗാന്ധിയും അനുഭവിക്കണം. ഇല്ലപ്പാ, അതാരെന്നറിയോ? മകനാണോ? അപ്പനും മോനും. இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்திருக்கேன். ஆனா ஃபார் த ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்கிறேன். சென்னையில ஏதோ ஒரு இடத்துல பாம்பு வைக்க போறாங்க. பிரச்சனையை விட்டு நீங்க ரெண்டு பேரும் சண்டை போட்டுட்டு இருக்கீங்க. முடியலன்னா சொல்லு, நான் போட்டேன். வயசாயிடுச்சு, ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு. எப்படின்னு யோசிக்கிறீங்களா? எவ்வளவு வயசான என்ன, a lion is always a lion. നമ്മളോടല്ലേ സ്റ്റേഡിയം? You think you can stop me? You think you can stop me? No one can stop me. மருதமலை மாமணியே முருகையா, ഇത് മറ്റേ പഴയ தேவனின் குலம் காக்கும் மேலையா ஹையா. എടാ, എല്ലാ പടത്തിന്റെയും മിക്സ് ആയ പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇതിനകത്ത് 3 വിജയം ഉണ്ടാവും. അപ്പൊ 3 വിജയമുണ്ട്. അല്ല, അത് മറ്റേ ചെറുപ്പ് വിജയായിരിക്കും. അതായത് അത് ഇത് വന്നത് ചെറിയ മകനായിട്ടായിരിക്കും. അല്ല, മകനല്ല, മറ്റേ അപ്പം വിജയില്ലേ, അപ്പം പുള്ളിയുടെ ചെറുപ്പകാലമായിരിക്കും. ഓക്കെ, അതിന്റെ ഈ അപ്പം വിജയുടെ ഒരു മകനായിട്ടാണ് മറ്റേ വിജയ്. അതെ അതെ അതെ, അങ്ങനെ ഇതിനകത്ത് ഇവര് പറയുന്നില്ല, ബാങ്കോക്കില് പോയി കഴിഞ്ഞാൽ ബാങ്കോക്കില് ഇത് ടൂറിലായിട്ട് പോകുന്നത്, വെക്കേഷൻ ഹോളിഡേ ആയിട്ട് പോകുന്നത് മിഷൻ പ്ലാൻ ആണോ പോകുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ബാക്കി 3 ഫ്രണ്ട്സ്, പക്ഷെ വില്ലനെ അധികം എന്താ വില്ലത്തരല്ല എന്ന് അങ്ങനത്തെ ഒന്നും മനസ്സിലായിട്ടില്ല. അതെ, അത് മനസ്സിലായിട്ടില്ല. എന്തായാലും മൊത്തത്തിൽ ഏതായാലും അപ്പൻ പാസൻ ഈ ഡബിൾ ആക്ട് നിങ്ങൾക്ക് ഇതുവരെ നിർത്താറായിട്ടില്ല. ചോദിക്കുക, ഈ പാസം ഈ ഡബിൾ ആക്ടിങ് എന്നാണ് എന്തായാലും തലപതിക്ക് പോട്ടെ. ഡബിൾ റോൾ ഇല്ലാതെ ഞങ്ങൾ ട്രിപ്പിൾ റോൾ ഇല്ലാതെ ഞങ്ങൾ ചെയ്യത്തില്ല. അടിപൊളി, അതാ പറഞ്ഞത്. ട്രിപ്പിൾ റോൾ ഇല്ലാതെ ഒരു ഞങ്ങൾ ചിലപ്പം ഗിന്നസ് ബുക്കിൽ പേര് വരെ എടുക്കും. എങ്ങനെ? ഞങ്ങൾ ചിലപ്പോ ഇനിയും ചെയ്യുന്ന പടത്തിലെല്ലാം ഞങ്ങൾ അങ്ങനെ ട്രിപ്പിൾ തന്നെ, അത്ര കേസേ ഉള്ളൂ. അപ്പം ഇനിയും ട്രിപ്പിൾ റോളുകളായിട്ട് അടുത്ത പടം അദ്ദേഹത്തിന്റെ വരട്ടെ എന്ന് നമുക്ക്. ഇനി ഞങ്ങൾക്ക് ഒരു പടം കൂടെ ഉള്ളു, ഒരു പടം കൂടെ ഉള്ളു ഞങ്ങൾക്ക്. അത് എച്ച് വിനോദിന്റെ കൂടെയാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അല്ല, മറ്റേ വേറൊരു പടം വേറൊരു സൂര്യ ചെയ്തില്ല. ഇല്ലടാ, എച്ച് വിനോദിന്റെ കൂടെയാണ് പടം വരുന്നത്. എന്തായാലും പടം ഫുള്ള് വെളിയിലാട്ടോ നടക്കുന്നത്. ചെന്നൈ ഉണ്ട്, അല്ല ചെന്നൈ, ബാങ്കോക്ക് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ ട്രെയിലർ തുടങ്ങി ലാസ്റ്റ് ഒരു സെക്ഷൻ ആയപ്പോഴത്തേനാണ് ചെന്നൈയെ കുറിച്ച് പറയുന്നത്. അത് മുമ്പുള്ള ഫുൾ വെളിയില ഇതാ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റേഡിയം,
അതെല്ലാം കാണിക്കുന്നുണ്ട്. എന്തായാലും തലപതിയുടെ ഈ ട്രെയിലർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തലപതി ആരെന്നറിയോ? ലാസ്റ്റ് വരുന്നൊരു തലപതിയില്ലേ, ചെറുപ്പക്കാരൻ തലപതി ഇപ്പൊ മറ്റേ മുഹമ്മദ് മതി. എന്ത് രസമല്ല, എന്ത് ഭംഗിയാണ് അല്ലേ. അതൊക്കെ നല്ലതാണ്. പക്ഷെ എനിക്ക് അത് മതിയായിരുന്നു. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ എന്തായാലും നമ്മള് ഭയങ്കര മിസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇതിനകത്ത് ഞാൻ മിസ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അങ്ങോട്ട് കറക്റ്റ് ആണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ വെങ്കട് പ്രഭുവിന്റെ ഡയറക്ടറിനെ സംബന്ധിച്ച് പുള്ളി എപ്പോഴും നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാം യുവനെ വെച്ച് ചെയ്യത്തുള്ളൂ. പുള്ളി മാറ്റി ചിന്തിക്കുന്നില്ല. അല്ല, യുവനെ മാറ്റേണ്ട ആവശ്യമില്ല, യുവൻ അടിപൊളിയാണല്ലേ. പക്ഷെ എന്താ എല്ലാവർക്കും അതുകൊണ്ട് കാര്യമില്ല. അനിരുദ്ധിന് എല്ലാ സിനിമയിലും ഇപ്പൊ ഇന്ത്യൻ ടു അനിരുദ്ധിന്റെ മ്യൂസിക് എങ്ങനെയുണ്ട്? കൊള്ളത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരെണ്ണം ഒരു ഇതാവുമല്ലോ. പക്ഷെ നമുക്കൊന്നും പറയാനില്ല. നമ്മളിപ്പോ കണ്ടത് എന്താ പറയാ, നമ്മൾ ട്രെയിലർ കണ്ടിട്ടായി സംസാരിക്കുന്നത്. സോ പടത്തിലെ മിക്സ് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പടം നന്നായാൽ മതി. മ്യൂസിക് ഉണ്ടെങ്കിലല്ലേ പടമുള്ളൂ. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ. എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ്, സൗണ്ട്, ഇതിനൊക്കെ വേണ്ടി എല്ലാവരും പോകുന്നു. റിവ്യൂ ചോദിക്കുമ്പോൾ തന്നെ പറയും നല്ല സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ തലപ്പത്തിന്റെ പടം നോക്കാം. ഇനിയിപ്പോ എന്തായാലും ഞങ്ങൾക്ക് മത്സരിക്കാൻ ഒരാളില്ലാതെ വരുവാണ്. ദി ഗോട്ട്. അപ്പൊ നമ്മളിപ്പോ കണ്ട ദി ഗോട്ടിന്റെ ട്രെയിലർ ആയിരുന്നു. നമ്മുടെ ജയറാം സാറിന്റെ ഒക്കെ ചെറിയൊരു ഒറ്റ ഷോട്ടേ കാണിച്ചുള്ളൂ. ജയറാം ആരാന്നായിട്ടൊന്നും അതിൽ പ്രഭുദേവ അല്ല, എല്ലാരും അതങ്ങനെ ഇടുന്നയാ. കാരണം നമ്മുടെ തലവർക്ക് ഇവിടെ എല്ലാ ആരാധകർ ഉള്ളതുകൊണ്ട് ഓരോരോ മലയാള ഇൻഡസ്ട്രി അവിടുന്ന് ഇവിടുന്ന് നോക്കിയാൽ കുറച്ച് ഇടും. സ്വാഭാവികം. അപ്പൊ എന്തായാലും നമ്മളിപ്പോ കണ്ടത് ഗോട്ടിന്റെ ട്രെയിലർ ആയിരുന്നു. ഇനി അധികം ദിവസമൊന്നും ഇല്ല പടം വരാൻ. സെപ്റ്റംബർ 5-നാണ്. പിന്നെ ഇപ്പൊ ലാസ്റ്റത്തെ നമ്മുടെ ഇത് ലാസ്റ്റത്തിന് മുമ്പല്ലേ, ഇനി ഒരു പടം കൂടെ അല്ലേ. അപ്പോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് us. താങ്ക് യു സോ മച്ച്.